ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഭയങ്കര വീഡിയോ ഒന്നുമല്ല, എങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾ. ഇപ്പം ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ആയ സമയമാണല്ലോ. അപ്പം ചെറിയ കാര്യങ്ങൾ തന്നെയാണെങ്കിൽ നമുക്ക് ടെൻഷൻ കയറുന്നതായ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ബ്രൂണോ ഇന്ന് നല്ല ഉഷാറ് നിൽക്കുകയാണ്, അവന് കളിക്കാൻ നല്ല ഉത്സാഹത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ അവന് ഇന്ന് ആരെങ്കിലും ഒന്ന് കൂട്ടും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് കളിച്ചു കൊടുക്കുക. പക്ഷേ നമുക്ക് സമയമില്ല, നമുക്കിന്ന് ഷൂട്ടിങ് ചെയ്യേണ്ടതുണ്ട്. എബിനും ഇല്ല, അപ്പം പിന്നെ മെറിനാണ് ക്യാമറയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അവൻ്റെ കളി ഇച്ചിരി കുറച്ചുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. വീട്ടമ്മമാരായ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞു തരുന്നത്. അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എങ്കിൽ തന്നെയും ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ കുഴപ്പങ്ങളൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായി പോകുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടും തോന്നും. പക്ഷേ നിങ്ങൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള കുഴപ്പം ഉണ്ടാവണമെന്നില്ല. 100-ൽ ഒരാൾക്കെങ്കിലും ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്കത് നോക്കാം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് വെച്ചോളൂ. അതായത് ഇപ്പോൾ ഒരു കല്യാണം വന്നു, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് വന്നു, അല്ലെങ്കിൽ നമുക്ക് പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ നമുക്ക് പ്രേയറിന് പോകണം. അപ്പോൾ നമ്മൾ സാരിയൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് തലേന്നേ എടുത്ത് റെഡിയാക്കി വെക്കുക. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അഥവാ നമ്മൾ സെറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ശീലമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാരി നോക്കും, അലമാര മൊത്തം സാരി ആയിരിക്കും. അലമാര തുറന്നാലും നിറയെ സാരി ആയിരിക്കും. പക്ഷേങ്കിൽ നമുക്ക് ആവശ്യമില്ല, ഏത് ഉടുക്കും എന്നുള്ളൊരു ടെൻഷനാണ് അപ്പോഴും. അപ്പോൾ നമ്മളത് നമുക്ക് ഇഷ്ടമുള്ളൊരു സാരി എടുത്ത് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെയെന്ന് വെച്ചാൽ സാരി നമ്മൾ നോക്കുമ്പോൾ ബ്ലൗസ് കാണത്തില്ല, സാരിയും ബ്ലൗസും കിട്ടുമ്പോൾ അണ്ടർസ്കേർട്ട് കിട്ടത്തില്ല, അപ്പോൾ അണ്ടർസ്കേർട്ടും ബ്ലൗസും കിട്ടുമ്പോൾ സാരി കാണത്തില്ല. അപ്പോൾ അങ്ങനെ ആകെ ഒരു ടെൻഷനായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സാരി നമുക്ക് ഇഷ്ടമുള്ള സാരി എടുക്കുക, അതിനകത്ത് നമ്മുടെ ബ്ലൗസുകൾ തേച്ച് മടക്കി വെക്കുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട സാരിക്കകത്തെല്ലാം അതാത് ബ്ലൗസുകൾ തേച്ച് മടക്കി വെച്ചിരുന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ടെൻഷൻ പിടിക്കാതെ പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതാത് അണ്ടർസ്കേർട്ടും അലമാരുടെ ഏതെങ്കിലും സൈഡിൽ എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജോലി എളുപ്പമാകും, നമ്മുടെ സമയം വേസ്റ്റ് ആകത്തുമില്ല, നമുക്ക് ആവശ്യമില്ലാതെ ടെൻഷൻ പിടിക്കുകയും വേണ്ട. അതാണ്ട് ഇതേപോലെ സാരി എല്ലാം മടക്കി വെച്ചിട്ട് അതിനകത്ത് അതിന് ചേരുന്ന ബ്ലൗസ് ഇങ്ങനെ എടുത്തങ്ങ് വെച്ചേക്കണം. അപ്പം എല്ലാത്തിലും ഇതേപോലെ കണ്ടില്ല. അപ്പം നമ്മളിനി ബ്ലൗസ് തേടി നടക്കേണ്ട കാര്യമൊന്നും ഇല്ല. അതാത് ബ്ലൗസ് ഇങ്ങനെ മടക്കി അങ്ങ് വെച്ചിരുന്നാൽ എല്ലാം അതുപോലെ അങ്ങ് വെച്ചിരുന്നാൽ മതി. എല്ലാത്തിൻ്റെയും അകത്ത് ഇങ്ങനെ ബ്ലൗസ് ഞാനിങ്ങനെ മടക്കി അങ്ങ് വെച്ചേക്കണം. ആ ടെൻഷൻ അങ്ങ് ഒഴിവായി കിട്ടും. ചുരിദാറാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ബോട്ടവും ടോപ്പും ഷാളും എല്ലാം കൂടെ ഒരുമിച്ച് അടുക്കി വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ തപ്പി നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ അലമാരയിൽ നിന്ന് ഇപ്പം വർഷങ്ങളായിട്ട് കുറേ സാരികൾ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഉടുക്കത്തും ഇല്ല, വെറുതെ ഇങ്ങനെ ഷോയ്ക്ക് വെറുതെ വെച്ചിരിക്കും. അലമാരി തുറക്കുമ്പോൾ എല്ലാം കൂടെ നിലത്ത് വീഴ്ത്തക്ക രീതിയിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മുടെ ഈ വർഷങ്ങളായിട്ടിരിക്കുന്ന കുറേ സാരികൾ നമ്മൾ വേറെ ഒരു സൈഡിലോട്ടങ്ങ് മാറ്റുക. വേറെ ഒരു കബോർഡിനകത്തോ അല്ലെങ്കിൽ വേറെ ഒരു ബോക്സിനകത്തോ അങ്ങ് മാറ്റുക. അത്യാവശ്യം ഉടുക്കുന്ന സാധനങ്ങൾ മാത്രം, ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം നല്ല അലമാരയിൽ വെക്കുക. അപ്പോൾ അത് നല്ല അടുക്കും ചിട്ടയോടും കൂടി വെച്ചാൽ നമുക്ക് തുറന്ന് കാണുമ്പോഴും ഒരു സന്തോഷമായിരിക്കും. നമുക്ക് സാധനങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവനവൻ്റെ സാധനങ്ങൾ, അവനവൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ തന്നെയും അതാത് കവറുകളിൽ ഇട്ട് വെച്ചിരുന്നാൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല കർച്ചീഫൊക്കെ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് പോകണം അല്ലേ. അപ്പം നോക്കുമ്പോൾ ചിലപ്പോൾ കാണുകയില്ല, എല്ലാം കർച്ചീഫും ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ ചുണ്ടുകൂടിയൊക്കെ കിടക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം കഴുകിയിട്ട് ഇപ്പം ഒന്ന് മടക്കി വെക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ ഈ കർച്ചീഫുകളെല്ലാം നമ്മളൊന്ന് കഴുകിയിട്ട് അതിനകത്ത് ഇച്ചിരി റിവൈവും ഒക്കെ മുക്കി ഒന്ന് പ്രസ് ചെയ്ത് വെക്കാമെങ്കിൽ ഉണ്ടല്ലോ, അത് നല്ല സൂപ്പറായിട്ട് ഇരുന്നോളും. അതിങ്ങനെ കഴുകി മടക്കി ഒരു ബോക്സിനകത്ത് വല്ലതും ആക്കി വെച്ചിരുന്നാൽ അത് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികളോട് പറഞ്ഞാൽ പോലും മോളെ അലമാരയിൽ ഇരിക്കുന്ന കർച്ചീഫ് ഒന്ന് എടുത്തതെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് പോലും എടുത്തുകൊണ്ട് വരാവുന്ന രീതി വേണം നമ്മളത് സൂക്ഷിച്ച് വെക്കാനായിട്ട്. അതാ ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ കർച്ചീഫുകളൊക്കെ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ അടുക്കി അങ്ങ് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ എടുത്തുകൊണ്ട് അങ്ങ് പോയാൽ മതി. ഇപ്പോൾ പഴയത് ഏറ്റവും അടുക്കോട്ടിരിക്കും. ഇപ്പോൾ നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാം. നമുക്ക് എവിടെയെങ്കിലും വിരുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലത് എടുത്തുകൊണ്ട് നമുക്ക് ഉടനെ പോകാം. അപ്പോൾ അത് നമ്മുടെ സാരിയുടെ അപ്പുറത്തോട്ട് അങ്ങ് വെച്ചിരുന്നാൽ കൊച്ചു പിള്ളേരോട് പറഞ്ഞാൽ പോലും അവരത് എടുത്തുകൊണ്ട് വരും. അത് നമുക്ക് അടച്ച് നമ്മുടെ സാരി എടുത്ത് തന്നെ അങ്ങ് വെക്കാം. അതുപോലെ തന്നെ തലയിലിടുന്നതായ ക്ലിപ്പുകൾ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാൻ നോക്കുമ്പോൾ ക്ലിപ്പും കാണത്തില്ല, പിന്നും കാണത്തില്ല. അതൊരു ഭീഷണിയാണ് അല്ലേ, പിന്നും ക്ലിപ്പും എല്ലാം. എവിടെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എവിടെയാണ് ഊരിയിടുന്നത്, പിന്നെ നോക്കി അതിനെ കാണത്തില്ല. അതുകൊണ്ട് എന്ത് വേണമെന്നറിയാമോ, ഈ ക്ലിപ്പുകളും പിന്നുകളും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ,
പിന്നുകളൊക്കെ ആണെങ്കിൽ ഒരു ഡബ്ബയ്ക്ക് അതിട്ട് വെക്കുക. ക്ലിപ്പുകളൊക്കെ ആണെങ്കിൽ നമ്മളെന്താണ് ഒരു ഹാങ്ങർ എടുത്തിട്ട് അതിനകത്തെല്ലാം കൂടെ ക്ലിപ്പ് ചെയ്തിട്ടിരുന്നാൽ അത് അലമാരയിലോ അല്ലെങ്കിൽ ജനലയിലോ നമ്മൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരുന്നാൽ നമുക്ക് എളുപ്പം എടുക്കാനായിട്ട് സാധിക്കും. ഒരു പഴയ ഹാങ്ങർ എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ ക്ലിപ്പുകളും വളകളും ഒക്കെ ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് ഇതൊക്കെ തപ്പി നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഹാങ്ങർ നിങ്ങൾ പഴയതാണ്ട് ഇങ്ങനെ നമുക്ക് മൂരിയെടുക്കാം. കണ്ടില്ലേ? എല്ലാം ഇട്ടിട്ട് അതേപോലെ അടച്ചിട്ട് നമുക്ക് ജനലയിലോ അലമാരയിലോ അങ്ങ് തൂക്കിയിട്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെയുള്ള കമ്മലൊക്കെ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിച്ചിട്ട് അശ്രദ്ധയായിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പോഞ്ച് കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ ഒരു സ്പോഞ്ച് കട്ട് ചെയ്തിട്ട് അതെല്ലാം പ്രസ് ചെയ്ത് അതിനകത്ത് വെക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ ആക്കി വെച്ചിരുന്നിട്ട് അതിൻ്റെ അടപ്പ് വിട്ടങ്ങ് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. ആവശ്യം കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിരുന്നാൽ അത് മിസ്സായി പോവാതെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അലമാരയിലോ അതുപോലെ തന്നെ ടേബിളിനകത്തോ കൊണ്ട് വെച്ചിരുന്നാൽ മതി. അടുത്തതാണ് മുടി. മുടിയാണ് ഏറ്റവും വലിയൊരു ഭീഷണി. തലയും മുടി ഇല്ലെങ്കിലും എല്ലാം തറയെ കാണും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ചീകി വെക്കുന്ന ചീർപ്പിനകത്തും കാണും. അപ്പോൾ നമ്മൾ ഈ തലമുടിയൊക്കെ തലയൊക്കെ ചീകിയിട്ട് ആ മുടി നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇടാതെ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ജനലിലേക്ക് കൂടെ അങ്ങ് പുറത്ത് കളയാറുണ്ട്. അപ്പം അത് ചിലപ്പോൾ അങ്ങ് ജനലിൽ നിന്ന് മുറ്റത്ത് പോകാതെ ജനലിലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ആരെങ്കിലുമൊക്കെ വരുമ്പോഴായിരിക്കും അതൊക്കെ ഒരു വൃത്തികേടായിട്ട് തോന്നുന്നത്. വൃത്തികേട് തന്നെയാണത്. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ അലമാരയിലോ ജനലിലോ ഈ മുടി ഇടാനായിട്ട് ഒരു ബോക്സ് ഇങ്ങനെ വെച്ചിരുന്നാൽ നമുക്ക് ഈ മുടിയെല്ലാം അതിനകത്ത് ഇട്ട് വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം ചീപ്പിനകത്ത് ഇരിക്കുന്ന അപ്പോൾ അടുത്ത ആൾ വരുമ്പോൾ ഒരു ചീപ്പിനകത്ത് മുടി ഇരിക്കുന്നതാണിപ്പം അവർക്കതൊരു വല്ലാത്ത ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ചേക്കാതെ അപ്പം തന്നെ അത് ആ ഒരു ബോക്സിനകത്തോട്ട് അങ്ങ് മാറ്റുക. തറയിൽ കിടക്കുന്ന മുടിയും കൂടെ എടുത്തിട്ട് ആ ബോക്സിനകത്തോട്ട് ഇട്ടാൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞോ അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ അതെടുത്ത് മാറ്റി കളഞ്ഞാൽ മതി. തന്നെ മുടിയൊക്കെ ചീകിയിട്ട് ഇതേപോലെ ഇതെല്ലാം നല്ല വൃത്തിയാക്കി ഒരു ബോക്സിനകത്ത് ഇട്ട് നമ്മൾ അലമാരയിലോ വല്ലതും സൂക്ഷിച്ചങ്ങ് വെച്ചിരുന്നാൽ ഇതേപോലെ അടച്ചങ്ങ് വെച്ചിരുന്നാൽ ആരും ഒന്നും അറിയത്തില്ല. ഇങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പം വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ ചീപ്പ് യൂസ് ചെയ്താൽ അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ബാത്റൂമിൽ നമ്മൾ അകത്തെ ബാത്റൂമിലൊക്കെ കയറുമ്പോഴും മുടിയൊക്കെ കാണാറുണ്ട് അല്ലേ? അവിടെ അതേപോലെ ഒരു ബോക്സോ എന്തെങ്കിലും ഒരു കുപ്പി ബോക്സിൽ ഒരു കുപ്പി കട്ട് ചെയ്തോ എങ്ങനെ വെച്ചിരുന്നാലും ഈ വേസ്റ്റൊക്കെ ഈ മുടിയുടെ വേസ്റ്റൊക്കെ നമുക്ക് അതിനകത്ത് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് സമയം കിട്ടുമ്പോൾ അതെടുത്ത് കളഞ്ഞാൽ മതി. അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു ഒരു യുദ്ധം കഴിയുന്ന പ്രതീതിയായിരിക്കും അല്ലേ? വീടിനകത്ത് 2-3 പേര് ഒരുങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അപ്പോഴും നമ്മൾ എന്തുകൊണ്ടെന്ന് അറിയാമോ? അതെല്ലാ സാധനങ്ങളും യഥാസ്ഥാനത്ത് ഒന്ന് എടുത്ത് വെച്ചിട്ട് നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഒരുങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് അലമാര വെക്കേണ്ടടുത്ത് അലമാര വെക്കുക. കഴുകാനുള്ള തുണികളൊക്കെ എടുത്ത് ഒരു ബക്കറ്റിനകത്താക്കി വെക്കുക. കുഷ്യനും സെറ്റി എല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ട് നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ നനഞ്ഞ തുണികളൊക്കെ കിടന്നിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു വല്ലാത്ത സ്മെല്ലായിരിക്കും. അഥവാ നമ്മുടെ വീട്ടിൽ നമ്മളിപ്പം കല്യാണത്തിന് പോയെന്ന് വെച്ചു അല്ലെങ്കിൽ ഒരു ചാക്കാല വീട്ടിലാണ് പോയെന്ന് വെച്ചിരിക്കും. അപ്പോൾ അവിടെ കാണുന്നവരാരെങ്കിലും പറയും ആൻറ്റിയുടെ വീട്ടിൽ എനിക്കൊന്ന് വന്നാൽ കൊള്ളാമായിരുന്നു, ആൻറ്റിയുടെ വീട് ഇതുവരെ കണ്ടിട്ടില്ല, ഒന്ന് വരട്ടെ ഞങ്ങളോട് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്കിടിക്കാനായിട്ട് ഇടവരരുത്. അപ്പോൾ നമുക്ക് അയ്യോ പടപെടാൻ നമ്മുടെ നെഞ്ചടിക്കും, നമ്മുടെ വീട് ആകെ മുടിഞ്ഞു വരി കിടക്കുവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആകെ വിഷമമായിരിക്കും. വരണ്ടെന്ന് പറയാൻ പറ്റുമോ അതും വയ്യ, എനിക്ക് വാന്ന് പറയാൻ പറ്റുമോ അതും വയ്യ എന്നുള്ളൊരു കണ്ടീഷനിൽ ആയിപ്പോകരുത്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ വീടൊക്കെ ഒന്ന് അടുക്കി പറക്കി കുഷ്യനും എല്ലാം ഒന്ന് നേരെ ഇട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് തുണികളൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി ഏകദേശം ഒരു ഓളത്തിന് ആക്കിയിട്ടിട്ട് പോവുക. കട്ടിലും സെറ്റിയൊക്കെ ഏകദേശം ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് വേണം നമ്മൾ ഇറങ്ങിപ്പോകാനായിട്ട്. ഇപ്പം വലിച്ചുവാരിയിട്ടിരിക്കുന്ന സെറ്റി കവറോ ഒക്കെ ഉണ്ടെങ്കിൽ നേരെയൊക്കെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ കുഷ്യനൊക്കെ നേരെ വെച്ച് നമ്മുടെ ടീപ്പോയി എല്ലാം ഒന്ന് അടുക്കി പറക്കിയിട്ട് എന്നിട്ട് നമ്മൾ എവിടെ പോകുമെന്ന് വെച്ചാൽ പോയാൽ ഞാൻ വീട്ടിൽ വന്നാൽ നല്ല വൃത്തിയായിട്ട് കിടന്നോളും. പിന്നെന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലേന്നേ നമുക്ക് അതിൻ്റേതായ ഒരു ഒരുക്കങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിയൊക്കെ എളുപ്പമാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുക. പണികളൊക്കെ എന്തെങ്കിലും തീർക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർത്ത് വയ്ക്കുക. അതുപോലെ കൊണ്ടുപോകാനുള്ള ബാഗിനകത്ത് നമുക്ക് എന്തൊക്കെ സാധനം എടുത്ത് വെക്കണം എന്നൊക്കെയുള്ള പൈസ, പേഴ്സ്, എന്തെങ്കിലും കാർഡുകൾ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ തലേന്ന് തന്നെ എടുത്ത് വയ്ക്കണം. അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ചെന്നിട്ട് അയ്യോ ഞാനത് ഇതെടുത്തില്ല എന്ന് പറയേണ്ട വരാതെ കർച്ചീഫാണെങ്കിലും പേഴ്സാണെങ്കിലും മൊബൈലാണെങ്കിലും എല്ലാം നമ്മുടെ ബാഗിനകത്ത് സെറ്റ് ചെയ്ത് നമ്മുടെ വെക്കുക.
അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ടെൻഷനൊക്കെ ഏകദേശം ഒന്ന് കുറഞ്ഞു കിട്ടും. എവിടെയെങ്കിലും പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ശ്രദ്ധിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.